ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ യോഗാധ്യക്ഷൻ, ഇവിടെ സന്നിധരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ്, ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ള തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തലന്നൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി, സെയ്ദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, മറ്റിവിടെ സന്നിധരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ പിതാവിൻ്റെ ഓർമ്മകൾ ഈ ആഗസ്റ്റ് മാസം പല രീതിയിലും ഓർമ്മപ്പെടുകയാണ്. ഇന്ന് സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുത്ത ഈ ഒരു വെന്യൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ഏറ്റവും നീതി പുലർത്തുന്ന ഒരു വെന്യൂ ആയി മാറി എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. കാരണം വേദനകൾക്ക് വലിയ വില കൽപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ പിതാവ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിന് മുറ്റത്ത് ഒരുപാട് ആളുകൾ വന്നുകൂടും, വാപ്പയോട് എന്തൊക്കെ പറയുന്നുണ്ടാവും. അന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല എന്തിനാണ് അവർ വന്നത്. പക്ഷേ ഞങ്ങൾ വലുതാവുമ്പോൾ പിതാവിൻ്റെ കൂടെ അവരെയും കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം വേദനകൾ, ആവലാതികൾ, സങ്കടങ്ങൾ നമ്മുടെ ജനങ്ങൾക്കുണ്ട്, സമൂഹത്തിനുണ്ട് എന്നൊക്കെ. പക്ഷെ അതിന് വലിയ ഗൗരവം കൽപ്പിച്ച് ആര് എന്ത് വേദന വന്ന് പറഞ്ഞാലും അതിന് പരിഹാരം നൽകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതൊരു പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തീർക്കാവുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നേതാക്കളെ വിളിച്ച് പറയേണ്ട സ്ഥിതിയായിരിക്കാം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടേണ്ട കാര്യമായിരിക്കും. അങ്ങനെ എല്ലാം ആര് ഏത് പാതിരാവിലും പ്രയാസങ്ങളെന്ന് പറയുമ്പോൾ അതിനുടനടി അദ്ദേഹം എടുക്കുന്ന ഒരു താല്പര്യവും ഇനീഷ്യേറ്റീവും അതാണ് ജനങ്ങളെ ഇത്രയധികം അദ്ദേഹത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനവും സ്വീകാര്യതയും കൊടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നതിൽ ഒരുപാട് ആൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഓരോ സംഘടനകൾക്കും ഭരണഘടനകളുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഭരണഘടനയുണ്ട്, നമ്മുടെ പാർട്ടിക്ക് ഭരണഘടനയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു NGOക്ക് ഭരണഘടനയുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് ഞങ്ങളുടെ പിതാവിൻ്റെ ജീവിതം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലെല്ലാം ഉണ്ടായിരുന്നു. ആരെയും മുഷിപ്പിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു ജീവിതം രാഷ്ട്രീയ തലപ്പത്തിരിക്കുമ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ സ്നേഹം പിടിച്ചു പറ്റുകയും രാഷ്ട്രീയം വെറുപ്പിൻ്റെയും ഉദ്ദേശത്തിൻ്റെതല്ല എന്ന് കേരളത്തിന് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈ കഴിഞ്ഞ 16 വർഷവും അദ്ദേഹമില്ലാത്ത ഈ ഒരു കാലയളവിൽ ഞങ്ങൾ പ്രവർത്തിച്ചത് അദ്ദേഹം ചെയ്ത് തീർക്കാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിനിയും ഒരുപാട് കാലം ഇവിടെ നടത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു പൈതൃകം തന്ന ഒരു നിയോഗമെന്ന നിലക്ക് ഞങ്ങളത് ഏറ്റെടുക്കുമ്പോൾ അതിൽ വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും നമുക്കുണ്ട്. ജനങ്ങളുടെ കൂടെ നിന്ന് അവരെ സേവിക്കാൻ കഴിയുന്ന ഒരു വലിയ സൗഭാഗ്യം. അതാണ് ഞങ്ങളുടെ പിതാവ് അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് കൊണ്ട് കിട്ടാവുന്ന ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. തൊഴിലുകൾ, അധ്യാപന മേഖലകൾ, ഡിപ്ലോമാറ്റ്, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹം ഞങ്ങളുടെ പിതാമഹൻ പൂക്കോയ തങ്ങളുടെ പാതയിൽ അദ്ദേഹം ജീവിച്ചപ്പോൾ അതിലൂടെ
അദ്ദേഹം സ്വപ്നം കണ്ട ഒരുപാട് സമൂഹത്തിൻ്റെ ഉന്നതി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സമൂഹത്തിൽ എല്ലാ നിലക്കും അപകർഷതാബോധത്തോടുകൂടി ജീവിച്ച പിന്നോക്കം നിന്ന ഒരു സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് പലതും ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഓർമ്മകൾ സമ്പന്നമാണ്. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ജബ്ബാറാജിയുടെ നേതൃത്വത്തിൽ കുണ്ടോട്ടി ഡയാലിസിസ് സെൻറ്റർ ഇവിടെ ഏകദേശം 50ഓളം മെഷീൻ ഇവിടെ സൗകര്യം ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരുപാട് ഡയാലിസിസ് രോഗികൾക്ക് ഇവിടെ ചികിത്സ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോ കാരുണ്യ പദ്ധതികൾ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന നമ്മുടെ നേതാക്കന്മാരുടെ ഓർമ്മകൾ കേവലം മന്ദിരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് കാരുണ്യ പ്രവാഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. CHൻ്റെ പേരിലുള്ള CH സെൻ്ററുകൾ, നമ്മുടെ നേതാക്കന്മാരുടെ പേരിലുള്ള ആംബുലൻസുകൾ, ഇതിങ്ങനെ പ്രാർത്ഥനയും അതുപോലെ ഒരു വികാരവുമായി അവർ ഓർമ്മ നിൽക്കുമ്പോൾ ആ ഓർമ്മകളിൽ നിന്നും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.